ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇത് ശരിക്കും ഞങ്ങളുടെ ഒന്ന് മുകളിലത്തെ നിലയിൽ ഒരു മുമ്പശത്ത് കുറച്ച് ഇങ്ങനെ ഒരു സെറ്റ് ഔട്ട് പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനെന്താ മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്, ഇവിടെയൊക്കെ അപ്പടി പൊടിയാണ്. അപ്പം രാവിലെ തൊട്ട് കുറച്ചൊന്ന് അടിച്ചു വാരിയൊക്കെ ഇടുവാണ്. ഇനിയിപ്പം വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് തുണിയൊക്കെ ഉണങ്ങാൻ മഴയൊക്കെ ആകുമ്പോൾ തുണിയൊക്കെ ഉണങ്ങാൻ ഇച്ചിരി പാടാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം തുണിയൊക്കെ നന്നായിട്ട് നിലത്തൊന്ന് വിരിച്ച് കഴിയുമ്പം നല്ല പോലെ ഉണങ്ങും. ശരിക്കും നമുക്ക് അത്യാവശ്യം ചില തുണികളൊക്കെ നന്നായിട്ട് വെയിൽ കൊള്ളിക്കില്ലേ, നമ്മുടെ ഇന്നർ വെയറുകളൊക്കെ നമ്മളൊന്ന് വെയിൽ കൊണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നല്ല വൃത്തിയാവുള്ളൂ കേട്ടോ. നല്ലൊരു ആ വെയിൽ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക വാസന ഉണ്ടല്ലോ, തുണിക്ക് പ്രത്യേകിച്ച് വെയിൽ കൊള്ളുമ്പോൾ ഒരു വാസനയുണ്ട് കേട്ടോ. പിന്നെ നല്ല ഒത്തിരി വെയിലത്തിടാൻ പാടില്ലാത്ത തുണികളുണ്ട്, അതൊന്നും ഇടരുത്. അപ്പം ഇന്നിപ്പം മഴക്കാലം ഉച്ച കഴിഞ്ഞ് മഴയാണ് ഇവിടെ. ഉച്ച കഴിയുമ്പോഴത്തേക്കും മഴ തുടങ്ങും. അപ്പം അതിനു മുമ്പ് ഒന്ന് ഇവിടെ അടിച്ചു വരിടാൻ വേണ്ടി ഞാൻ കയറിയാണ്. ഇപ്പം മഴക്കാലമാണോ തണുപ്പ് ചൂടുകാലമാണോ? ഇപ്പോഴോ? ഇതിപ്പോ വേനൽക്കാലത്തെ മഴക്കാലം. വേനൽക്കാലത്തെ മഴക്കാലം മീൻസ് അതായത് മെയ്ക്ക് ആകുമ്പോൾ ഏകദേശം മഴക്കാലം ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി ഞാൻ കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഏകദേശം ഇവിടെ തണലത്തെ രാത്രി എപ്പോഴും ഇരിക്കാം, നല്ല കാറ്റാ. ഇവിടെ കുറച്ച് തുണിയൊക്കെ ഞാൻ ഈ മതിലെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് കുറച്ച് തുണിയൊക്കെ ഉണക്കി എടുക്കണം. പിന്നെ ഗൈസ്, നമുക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് പേരക്കൊക്കെ പറിച്ചു തന്നെ കേട്ടോ. ഇടയ്ക്ക് നല്ലതുണ്ടോ പേരമരമൊക്കെ കാണിച്ചു കൊടുക്കും. നീങ്ങി നന്നിട്ട് സൂം ചെയ്ത് കാണിക്കാം. പേരക്കുണ്ടോ? ഇതാണ് ഞാനിത് കേട്ടോ കഴിക്കണേ. നല്ല ടേസ്റ്റ്, ഈ പേരക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ചെറിയ ചെറിയ പേരക്കുണ്ട്, ഇത് നല്ലൊരു പേര. അപ്പം ഈ വീട്ടിന് ഇതാണ് ഞങ്ങളുടെ പേരമരം. കണ്ടോ പേരക്ക നല്ല ടേസ്റ്റാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ പേരക്കയ്ക്ക് നല്ലൊരു മധുരമാണ് കേട്ടോ. ഇത്തവണ ഈ പേരയില് എന്താ പറയാ, പേരക്ക ഉണ്ടായിട്ട് പുഴുവൊന്നുമില്ല കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റുള്ള പേരക്കയാണ്. 2 എണ്ണം കിട്ടി. താഴെ ഒരു 4 എണ്ണം ഇരിപ്പുണ്ട്. താഴെ ഉണ്ടോ? അതിൽ നിങ്ങൾ അപ്പനും മോനും കൂടെ പറിച്ചതായിരിക്കും അല്ലേ? ഞാനും കുഞ്ഞൂസും. അതെയോ? കുഞ്ഞൂസ് തുണി എടുക്കാതെ ഇങ്ങോട്ട് വന്നേക്കുന്നത്. കുഞ്ഞു ഒരെണ്ണം കാണിച്ച്. കുഞ്ഞു പേരക്കയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇതുണ്ടോ കുഞ്ഞു പേരക്ക ഭയങ്കരമായിട്ട് പഴുക്കുക. ഇത് വലിയതാവില്ല ഒരിക്കലും. ആ ബാക്കിലത്തെ ഒരു പേരമരമുണ്ട്, അവിടുത്തെ ആ പേരമരത്തിൽ വലിയതാവും പേരക്ക. അപ്പം ഞങ്ങള് വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മേളി വന്ന് ഒരു പേരക്കയൊക്കെ പറിച്ച് നിന്ന് ഇങ്ങനെ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ജാക്കിനെയും കൊണ്ടുവന്ന് കുറച്ചു നേരമൊക്കെ നിർത്തി ഓടിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടം, ഇവരുടെ കൂടെ പന്തൊക്കെ കളിക്കും കുറച്ചു നേരം ഇവിടെ നിന്ന്. അപ്പം ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ മഴയായില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ നിങ്ങൾക്ക് ഈ പേരക്ക കാണുന്നത് ഒരു ഭയങ്കര ടേസ്റ്റുള്ള ഒരു പേരക്കയാണ് കേട്ടോ. അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പിള്ളേരൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു പേരക്കയൊക്കെ വന്ന് പറിക്കും. അതിൻ്റെ പൊക്കത്ത് കയറാൻ പണ്ടൊക്കെ നമ്മളൊക്കെ വലിഞ്ഞ് കയറി ചാടി കയറി വരുന്നത്. ഇപ്പം നമുക്ക് കയറിയൊന്നും പറിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ വെല്ലെടുത്ത് ഉരുണ്ടടിച്ച് വീഴും കേട്ടോ. ഇത് ഈ ഇലയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയാണ്, ഒരു നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ കളറ് കാണാൻ ഒരു നല്ല ടേസ്റ്റ് പേരക്കാണ്. ഇതിൻ്റെ കളറും ഉണ്ടോ, പച്ച ബ്രൗൺ. അത് തന്നെ ഇതുണ്ടാണ് പേരക്ക. ഇതാണ് കേട്ടോ കുഞ്ഞു പേരക്കയാണ്, പക്ഷേ ഈ കുഞ്ഞു പേരയ്ക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ പേരക്കൊക്കെ ഒത്തിരി കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ പേരയ്ക്കിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾക്ക് കഴിക്കുന്ന ഫുഡുകൾ ഡൈജസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ നാരുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണം. നാരുള്ള ഭക്ഷണങ്ങൾ വരുന്നത് ബീൻസ്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഫ്രൂട്ടിൻ്റെ 1ാം സ്ഥാനം വഹിക്കുന്നതാണ് പേരക്ക കേട്ടോ. അപ്പം പേരക്ക മാക്സിമം അവോയ്ഡ് ചെയ്യരുത്. ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊക്കെ
എനിക്ക് തോന്നുന്നു ഇഷ്ടമാണ്. അന്നൊക്കെ ഞങ്ങളൊക്കെ പേരയ്ക്ക ഇതിൻ്റെ തന്നെ അകത്ത് ചുമല ടൈപ്പുള്ള പേരയ്ക്ക, അതിനേക്കാളും ടേസ്റ്റുള്ള മധുരം ഇത് അതിന് ടേസ്റ്റുള്ള പേരയ്ക്ക ഇതൊക്കെ തന്നെയാണ്. അപ്പം പണ്ടാ മറ്റു മരയൂര് പോയപ്പോ ഒരു അകത്ത് ചുമന്ന് കളറല്ലേ പേരയ്ക്ക കുറവാണ്. അത് മൂന്നാറില് അതിന് പക്ഷെ അതിന് മധുരമില്ലല്ലോ. പക്ഷെ ഇതിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ? പക്ഷെ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടായിന്. അപ്പം ഇടയ്ക്ക് പേരയ്ക്ക തിന്നു തോന്നുമ്പോൾ ഞങ്ങൾക്ക് പേരമരത്തെ കയറണ്ട കേട്ടോ. ഇവിടെ വന്ന് പേരയ്ക്ക വറക്കണം, തിന്നണം, ഒരു രസം കേട്ടോ. ബാക്ക് ഇത് കുഞ്ഞിതായിട്ട് പേരയ്ക്ക ഉണ്ടാണ്, ബാക്കിൽ വലിയതായിട്ട് പേരയ്ക്ക ഉണ്ട്. പക്ഷെ അതിന് പുഴുണ്ട്. ഞങ്ങൾക്ക് 2 പേരമരം ഉണ്ട്. പക്ഷെ ഏറ്റവും ടേസ്റ്റ് ഇതാണ്. അത് ഇത്ര പെരുപ്പാണെങ്കിൽ പുഴുണ്ട്, എന്നാലും കുഴപ്പമില്ല. രാവിലെ സത്യത്തിൽ ഒരു പണിയും ചെയ്തില്ല കേട്ടോ. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തടീനപ്പം ആയിരുന്നു കേട്ടോ. തടീനപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവോന്ന് എനിക്കറിയാം. ഞാൻ ഇനി ഒരു തവണ തടീനപ്പം ഉണ്ടാക്കണ വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഉച്ചത്തെ ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചിരി മോര് കാച്ചണം. പിന്നെ തൊട്ടുകൂട്ടാൻ ഈ പറഞ്ഞാലെ കുറച്ച് എന്താ പറയുക വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അതിന് എന്തെങ്കിലും മെഴുക്കോട്ടിയോ എന്തെങ്കിലും ചെയ്യാം. അപ്പം ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു പിന്നെ മാങ്ങ അവിടെ ഇത് കണ്ടോ കാട് പോലെ ഉണ്ടായി കിടക്കും കേട്ടോ. ഏത് മാങ്ങ കാട് പോലെയോ? അതെ, ഫുള്ളും ഭയങ്കരമായിട്ട് കാട്. അത് മൊത്തം മഴയിലല്ലേടാ മണ്ടൂസേ. പക്ഷെ ഈ മാവേലെ മാങ്ങ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഈ മാങ്ങയ്ക്ക് പുളിയില്ല കേട്ടോ. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് ചുമ്മാ നമുക്ക് ഉപ്പും മുളകും ആക്കിയിട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് മാങ്ങ. അതിന് പക്ഷേ മാങ്ങ കുറവാണ്. അത് ചെനച്ച് കഴിഞ്ഞാൽ അപ്പടി പുഴുവോ. അപ്പം ചെനയ്ക്കുന്ന സമയമാകുമ്പോൾ നമ്മളിത് പറിച്ച് വെച്ചാൽ മതി. അപ്പം ഇന്ന് രാവിലെ മൊത്തം ക്ലീനിങ് ആയിരുന്നു. ഇപ്പം മുകളിലും കൂടെ അടിച്ചു വരി കുറച്ച് തുണിയൊക്കെ ഇട്ട് 2 പേരയ്ക്കൊക്കെ തിന്നുന്നതൊക്കെ കാണിക്കാമെന്ന് ഓർത്ത് ഇനിയിപ്പോൾ കുറച്ച് മോരുകറിയൊക്കെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് മോരുകൂട്ടാൻ റെഡിയാക്കാം. അങ്ങനെ മോരുകറിക്കുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ മോരൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ മോര് കാച്ചിൽ നല്ല ഉണക്ക കാന്താരിയാണ് കേട്ടോ. നമ്മൾ കാന്താരിയൊക്കെ പറിച്ച് ജസ്റ്റ് ഒന്ന് പുഴുങ്ങി നന്നായിട്ട് ഉണങ്ങിയ കാന്താരിയാണ് കേട്ടോ. അപ്പോൾ ഇതേ മോരുകറിക്കുള്ള പാകമായിട്ട് എല്ലാം റെഡിയാണ്. കോഴി ഭയങ്കര കൊക്കാണ് കേട്ടോ. എനിക്കൊന്നൊരു കീരി ഭയങ്കര ശല്യമായതുകൊണ്ട് ഭയങ്കര കൊക്കലാണ് അവിടെ കിടന്ന്. ഒന്നും ഇല്ലായിരിക്കണേ, ചുമ്മാ അവിടുന്ന് എന്തൊട്ടാ കിടന്ന് ഒച്ച വെക്കണേ. അല്ലേ പോട്ടെ കേട്ടോ, ഇനി പോരെ. അപ്പം ഗൈസ്, അപ്പം ഞാൻ എൻ്റെ മോരുകറിയൊക്കെ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പം മോരുകറിക്ക് ശരിക്കും നമ്മൾ തൈരൊക്കെ എന്താ പറയുക, പാല് നമുക്ക് ഇവിടെ എനിക്ക് നാടൻ പാലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം നാടൻ പാലാകുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് കട്ടി ഉണ്ടാവില്ലെങ്കിലും നല്ല പാലാണ്. നെയ്യ് അത്യാവശ്യമുണ്ട്. അപ്പം പാല് നല്ല ടേസ്റ്റുള്ള കേട്ടോ. നമുക്കിവിടെ കിട്ടുന്ന പാല് നല്ല അടുത്തുള്ള ഒരു കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഇച്ചിരി ദൂരം പോകണം. അവർ ഡെയിലി നമുക്ക് 1 ലിറ്റർ പാലാണ് കേട്ടോ നമ്മൾ ഡെയിലി മേടിക്കുന്നതേ. അപ്പം ഞാൻ ചില സമയത്ത് വൈകുന്നേരം കട്ടൻ ചായയിൽ ഒതുക്കിയിട്ട് പാല് സൂക്ഷിച്ച് ഞാനിങ്ങനെ എന്താ പറയുക ഒഴിക്കും. പിന്നെ നമുക്ക് ഇവിടുത്തെ പട്ടിക്കൊക്കെ കൂടുതലും തൈരൊക്കെ വേണമല്ലോ. അപ്പോൾ തൈര് ഞാൻ കൂടുതൽ ഉറയെടുക്കും. ഞാൻ തൈര് മേടിക്കാറില്ല കേട്ടോ. മേടിക്കുന്നതിനേക്കാളും ശരിക്കും നമ്മൾ ഉറച്ചുണ്ടാക്കണ മോരുകറിക്കാണ് ടേസ്റ്റ് അല്ലേ? അപ്പം നിങ്ങളത് നോക്കിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. നമ്മളൊരു കുറച്ചൊരു നുള്ള എന്താ പറയുക ഉറയൊക്കെ ഒഴിച്ച് നമ്മൾ പാല് കാച്ചി ഉണ്ടാക്കുന്ന തൈരിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കടുത്ത പുളി ഉണ്ടാവില്ല. അപ്പം ഞാൻ മോരുകറി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. പോലെ ഒരു നേരം ചായ കുടിച്ചില്ലെങ്കിലും ഉറച്ചിട്ട് പിറ്റേ ദിവസം മോരുകറി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ എളുപ്പത്തിന് പെട്ടെന്ന് തൈര് മേടിച്ചതിനിപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന തൈരിന് അത്ര എനിക്ക് തോന്നിയിട്ടില്ല, അത്ര ടേസ്റ്റ് ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ സൈഡൊക്കെ നല്ല ടേസ്റ്റുള്ള തൈരുണ്ട്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ചോറിൻ്റെ വൈറ്റ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ചോറിൻ്റെ കൂടെ ആ തൈര് എടുത്ത് കൊണ്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് തൈര്. അതെനിക്കറിയത്തില്ല എന്താണെന്ന് അറിയില്ല, അവിടുത്തെ പാലിൻ്റെ എന്താ വ്യത്യാസമാണെന്നറിയില്ല. പക്ഷെ ഇവിടെ തൈര് ഒട്ടും പോരാ കേട്ടോ. അപ്പം ഞാൻ പല രീതിയിൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഉറച്ച് തൈരൊക്കെ ഉണ്ടാക്കി മോരുകറിയൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പുളിയില്ല, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ പച്ചക്കാന്താരി അരച്ച ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ പച്ചക്കാന്താരിക്ക് ക്ഷാമമായതുകൊണ്ട്
എൻ്റെ അമ്മ കാന്താരിയെല്ലാം ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കുറച്ചൊക്കെ തരും കേട്ടോ. പാവം വയ്യാത്ത അമ്മയാണെങ്കിലും അമ്മ ഒരു വൺ സൈഡ് അമ്മയ്ക്ക് തളർന്നു പോയതാണ്, സ്ട്രോക്ക് വന്നാണ് അമ്മയ്ക്ക് BP കൂടിയിട്ട്. പാവം 2-3 വർഷമായിട്ടോ. അന്നേരം ഒരു വർഷം ഈ തെറാപ്പിയൊക്കെ ചെയ്ത അമ്മ ഇങ്ങനെ പതുക്കെ പിച്ച് നടന്നെല്ലാം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറി, കാന്താരി ഉണ്ടാക്കുക, എന്താ പറയുക, പൂച്ചെടി കൃഷി. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മമ്മിക്ക് പൂച്ചെടിയോടും പച്ചക്കറിയോടും ഭയങ്കര പ്രേമമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, വീട്ടിൽ ചെന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാ അത്യാവശ്യം നമുക്ക് വീട്ടിൽ തന്നെ അവർക്ക് ഉള്ള കറികൾക്കുള്ള അവർ തന്നെ മമ്മി തന്നെ പയറായിട്ടും ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കക്കുരു അങ്ങനെയുള്ള സംഭവമൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ചാച്ചനാണെങ്കിൽ ചക്കക്കുരു ഒക്കെ ഇഷ്ടമാണ്. ഇച്ചിരി ഉണക്കമീൻ കൂട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. അപ്പം അതുകൊണ്ട് മമ്മി ഈ പറഞ്ഞ പോലെ കാന്താരിയൊക്കെ ഇങ്ങനെ ഉണക്കി മഴക്കാലമൊക്കെ ആകുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കും. നമ്മളെന്താ പറയുക, കപ്പയൊക്കെ വാട്ടി ഉണക്കി നമ്മളിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കില്ലേ. മഴക്കാലമൊക്കെ ആകുമ്പോൾ പണ്ട് കാലത്ത് ഈ ദാരിദ്ര്യമുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ എല്ലാം കാരണവന്മാർ ഉണക്കി ചാക്കിൻ്റെ അകത്ത് വെച്ച് കർക്കിടകമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല മഴക്കാലത്ത് എടുത്ത് കുറച്ചായിട്ട് കപ്പയൊക്കെ പുഴുങ്ങി മീനൊക്കെ കറി വെച്ച് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അന്നത്തെ കാലം ഞാൻ എൻ്റെ ഓർമ്മയിൽ വരാറുണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഉണക്കയിലേക്ക് ഇങ്ങനെ കനലയിൽ നല്ല ചൂട്ടിട്ട് നല്ല കാന്താരി വെച്ച് ചതച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി കപ്പപ്പുഴുക്കിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടാവും. സൂപ്പറാട്ടോ. അയ്യോ, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊന്നും അങ്ങനെ നമ്മൾ കഴിക്കാറില്ല ഇപ്പം. പിന്നെ എനിക്ക് പിന്നെ ചില സമയത്ത് അങ്ങനെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തുണ്ടമീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് വറുത്തിട്ട് ചുമ്മാ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര നമ്മളുടെ ഞാൻ അതുകൊണ്ടാണ് കൂടുതലും എൻ്റെ വീഡിയോയിലും കാര്യങ്ങളിലും ഞാൻ ഒരുപാട് എന്താ പറയുക ഒരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഒരു വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. നമ്മളെങ്ങനെയാണോ എന്താ പറയുക വീട്ടിലെങ്ങനെയാണോ നാടൻ സ്റ്റൈൽ എങ്ങനെയാണോ ആ രീതിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. മൊത്തം അങ്ങനെയാണ്. അതിനായിട്ട് ഇങ്ങനെ പോയി പുട്ടിയൊക്കെ അടിച്ച് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല കേട്ടോ. പുട്ടിയൊക്കെ അടിക്കുന്ന എന്തെങ്കിലും കല്യാണങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും കൂടുതലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, എപ്പോഴും ഈ നാടൻ ലുക്കിൽ തന്നെ ചെയ്യുക, അതാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് അങ്ങനെ കേട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ഒരുങ്ങി ചന്തം ചാർത്തിയൊന്നും നമുക്ക് പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പം ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ കുറച്ച് കറികളൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ. തോട്ടിൽ നല്ല വെള്ളമാണ്, മഴ പെയ്തുകൊണ്ട് തോട്ടിപ്പോക്ക് നടക്കുമെന്ന് അറിയില്ല, എങ്കിലും നോക്കാം. ഞാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഈ ഇതിൻ്റെ ഏകദേശം ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും അതങ്ങ് നിർത്തുവാണ് കേട്ടോ. അപ്പോൾ ദേ കടുക് പൊട്ടിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മൂടലായതുകൊണ്ടാണ് കേട്ടോ ഒരു വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ മോരും കൂടെ കാച്ചിയിട്ട് ഇനി വഴുതനങ്ങയുടെയും കൂടെ മെഴുക്കുവരട്ടി ഒന്ന് റെഡിയാക്കണം അല്ലേ. മടുത്തൂല്ലേ മീൻ കൂട്ടാൻ. അപ്പോൾ ഇന്ന് വഴുതനങ്ങ മെഴുക്കുവരട്ടിയും കൂടെ ആക്കിയിട്ട് നമുക്കിന്ന് തോട്ടി പോകണം. തോട്ടിൽ ഭയങ്കര വെള്ളമായിരിക്കും. കലക്കൊന്നുമില്ലല്ലോ. കലക്കല് നിലവിൽ ഞാൻ തോട്ടിന്റെ അവസ്ഥ എനിക്കറിയില്ല. കലക്കലില്ലെന്ന് തോന്നണു, എനിക്കറിയാം. എന്നാ ഇപ്പൊ തോട്ടിൽ പോയി ഞാൻ പോയി നോക്കിട്ട് വരാം. തന്നെ പോണ്ടാവല്ലേ? പട്ടി 2 പട്ടി അതുപോലെ ഇന്ന് ഏതോ ഒരു വീട്ടിലെ 2 എനിക്കൊന്നും ഒരു അൾസേഷനും ഒരു പൂച്ചപ്പട്ടിയും 2 പേരും ഇങ്ങനെ കുറച്ച് ദിവസമായി അപ്പുറം ഇപ്പുറമൊക്കെ അഴിഞ്ഞ് നടക്കണ്ട്. വെറുതെ അവരുടെ വായി പോയി ചാടണ്ടല്ലോ. അല്ല അമ്മ, എന്നാ ആ 2 പട്ടിയുടെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഏതാ ആ 2 പട്ടിയുടെ? ആണോ? ഞാൻ കണ്ട. ഓ, കുറച്ച് 5-6 പയറും കൂടെ പറിക്കാറായിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പം പെരക്കാവൊക്കെ ഒന്ന് അടിച്ചു വാരണം. പിന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇനിയിപ്പം മെഴുക്കുവരട്ടിയും കൂടെ ആക്കണം. പിന്നെ കാരണം ചിക്കിൻ്റെ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് എൻ്റെ കാലിൽ ചെരുപ്പില്ല കേട്ടോ. നീ കിട്ടോ മോനെ ചെരുപ്പുണ്ട്. ചിക്കായതുകൊണ്ട് അവൾക്ക് കിടക്കാൻ വേണ്ടി വെച്ച് കൊടുത്ത സെറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഇനി പുള്ളി അത് കത്തിച്ച് കളയാൻ പറയുന്നുണ്ട്. കത്തിച്ചൊന്ന് ഞാൻ ഇനി പിന്നെ പുതിയ കൂടൊക്കെ വെക്കാൻ പോവാ. ഒത്തിരി അടുപ്പിച്ച് കഴിഞ്ഞാൽ കാണത്തില്ല. പിന്നെ ഇനിയിപ്പോൾ അവൾക്ക് പട്ടിക്കോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ വാശി പിടിച്ച് നിൽക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ അപ്പി ഇട്ടിട്ട് ഭയങ്കര പാടാട്ടോ. മഴക്കാലം ആയതുകൊണ്ട് ഭയങ്കര മണമാണ്. ആരെങ്കിലും കയറി വന്നാലും എനിക്ക് ഒരാളിതേ ഇതെന്നാ സാധനം സമയം കുത്തി നോക്കണ. ഇന്നിപ്പോൾ ഞാൻ അവളെ എവിടെ നിർത്തി കുളിപ്പിച്ചില്ല. ഞാൻ പിന്നെ ഇവിടെ ഡെറ്റോളൊക്കെ ഒഴിച്ച് ഇവിടെ കിടക്കുന്ന ഭാഗമൊക്കെ ആയതുകൊണ്ട് നല്ലോണം ഡെറ്റോൾ വെള്ളത്തിൽ ഞാൻ തിണ്ണയൊക്കെ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതുകൊണ്ട് ഒത്തിരി സ്മെല്ല് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിറച്ച് ഡെറ്റോൾ ഒഴിച്ച് അങ്ങോട്ട് നന്നായിട്ട് പതപ്പിച്ച് തിണ്ണയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി ഞാനിന്നിപ്പോൾ റെഡി ആക്കിയിട്ട് അവളെ ഞാൻ അവിടെ മാറ്റി വെച്ചു. ജാക്കിക്കുട്ടിക്ക് കൂട് വേണം എന്നെ. അയ്യോ എന്നെ കാണുമ്പോൾ കഴിയും കാലം ഇപ്പൊ ഇവിടെ ഇരിക്കാനാണെങ്കിൽ നമുക്ക് തോന്നും ഭയങ്കര ക്യൂട്ട് ഉരുണ്ട കണ്ണാട്ടോ. എന്റെ കൈ അങ്ങനെയാണ് തന്നെ. ഇങ്ങനെയാണ് അതിന്റെ ചുറ്റി വന്നേ ഇതിലെങ്ങനെ ചുറ്റി വന്നേ. ഞങ്ങൾ കുറച്ച് വീഡിയോസ് പറഞ്ഞ കേക്കൂട്ടോ. ഒളിച്ചു കളിക്കാണേ. എന്റെ പുറകെ കസേര കളിയാ. ഇവിടെ വളി ഇങ്ങനെ വാടി മാടിച്ചു പോത്തെ മാടിച്ച്. അയ്യോ എന്നെ കൂടെ വീടിക്കുന്നു. എന്നാ ഞാൻ ഫോണിൽ കണ്ടാട്ടോ. എന്നെ ഒരു പിഗ് ബുള്ളില്ലേ എന്നെ ഉന്തുവാ. അല്ല എടി എന്നെ മേത്ത് കേരള ഞാൻ കുളിക്കുന്നു. എനിക്ക് ഇനി മെഴുക്കുറത്തിയും കൂടെ വെക്കണം പ്ലീസ് പ്ലീസ് പ്ലീസ്. ജാക്കിക്കുട്ടി എടി നീ എന്നെ ഉന്തിയിട്ട് കാര്യമില്ല. നീ ഗിരീഷിനോട് പറയണം എനിക്ക് കൂട് വേണം, എനിക്ക് അപ്പിയും മൂത്രം പോകാൻ സ്ഥലം വേണം. ഇവള് മടുത്തു, അതുകൊണ്ട് എന്നെ എപ്പോഴും വഴക്ക് പറയുക. നീ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഇവളെ എന്നെ വഴക്ക് പറയാൻ നീ പറയണം കേട്ടോ. പറയോ? ഇവിടെയൊക്കെ മുള്ളി വെച്ച് എനിക്ക് എപ്പോഴും ഈ പണി ചെയ്യാൻ പറ്റുമോ മോനെ? നീ പറ. നീ എന്റെ മനസ്സിലാക്കൂ. നോട്ടം കണ്ടില്ലേ? നീയേ ഗിരീഷ് വരുമ്പോൾ പറയണം എനിക്ക് നല്ലൊരു കൂടുണ്ടാക്കി തരണം, ഞാൻ അപ്പി ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് പോകണം, അതുകൊണ്ട് മഴക്കാലത്തിന് മുമ്പ് എനിക്ക് നല്ല കൂട്. അപ്പൊ ഈ ബെൽറ്റ് ഈ തൊടലേനൊക്കെ നിന്നെ അഴിച്ചു വിടാം. മനസ്സിലാവണ്ട പറയണേ. നിന്നെ ഈ തൊടലേന്ന് ഫ്രീ ആക്കിയേക്കാം. പിന്നെ ആർക്കറിയാം വെള്ളം കേട്ടോ. ഈ വീടിന്റെ ചുറ്റും അഴിച്ചു വിട്ടേ. പറയണ വല്ലതും കേക്കണ്ടോ? ജാക്കിയോടെ പറഞ്ഞ ഞാൻ പറയണ വല്ലതും കേട്ടോ? നാണാട്ടോ നാണം. എന്റെ മേത്തേക്കും കൂടെ വട്ടം കയറുമെന്നാ പേടി. ഞാൻ ഇന്നിപ്പോ ഡെറ്റോൾ വെള്ളത്തിൽ മൊത്തം നല്ല വൃത്തിയാക്കി കേട്ടോ ഗൈസ്. ഇന്നിപ്പോൾ അവള് സുന്ദരിയായിട്ടാണ് നിൽക്കണേ. പിന്നെ എപ്പോഴും കൊഞ്ചിക്കാൻ കഴിയുന്നേ. ജാക്ക് സിറ്റ്. ഭയങ്കര നാണാ. ഇച്ചിരി മാറി സിറ്റ്. ജാക്ക് സിറ്റ്. അവിടെ സിറ്റ് പറഞ്ഞപ്പോ കൈ ഇരുവണം. സിറ്റ് സിറ്റ്. കൈ ഒന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് അനക്കി മതി. സിറ്റ്. ജാക്ക് സിറ്റ്. പറഞ്ഞ കേൾക്കൂലേ? സിറ്റ്. നിൽക്കോ ജാക്കി സിറ്റ്. സിറ്റ്. ജാക്കി സിറ്റ്. എനിക്കത് കൈയല്ല ഞാൻ ചോദിച്ച സിറ്റ് എന്നാ പറഞ്ഞേ. പിന്നെ സിറ്റ്. ഡിഷ് ഇട്ടിക്കുന്നേ. ആരാ അത്? ആരാ അവിടെ വരുന്നത് നോക്കണം. അതാരാ? ലോക്കാണല്ലേ? നിക്കേ. ആ ഇവള് ജാക്കി ഞങ്ങള് പോവാ. ഞങ്ങൾക്ക് പിന്നെ മണം പിടിക്കണം. നീ പൊക്കം കുറവാട്ടോ, പൊക്കം കുറ. ഈ തല ഇങ്ങനെ എന്നാ. അയ്യോ നീയാ മോളെ ഒരു തടീനപ്പം എടുത്തോണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ല. എത്ര തടീനപ്പം വേണ ജാക്കി? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരുത്തി ഇങ്ങനെ ആകാംക്ഷ. നീക്കോട്ടിൻ്റെ കയ്യിൽ അവളെ ചാടി മേടിക്കുകയാണ് കേട്ടോ. തടീനപ്പം കേട്ടോ കഴിക്കണേ. ഓക്കെ. ആ ചാട്ടക്കാരി ചാടിച്ച അങ്ങനെ മിടിക്ക്. ഗുഡ് ഗേൾ ആണോ? ആ സാരില്ല കൊടുത്തേരെ, കുഴപ്പമില്ല. ജാക്ക് കം. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഇച്ചിരി നേരം ഒന്ന് മൂടി വെക്കണം. അത് കഴിഞ്ഞ ശേഷം മൂടി തുറന്ന് വെച്ച് തന്നെ കേട്ടോ നമ്മളിത് ഒലത്തി എടുക്കണ്ടേ. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഒന്നും അല്ല. ഇന്നത്തെ മെഴുക്കുവരട്ടി വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് തുറന്ന് വെച്ച് തന്നെ ഇനി ഇതൊന്ന് പതുക്കെ ഇളക്കി ഒന്ന് വിട്ടാൽ മതി.
അപ്പോൾ കണ്ടോ ഒന്ന് കുഴഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടോ? അത്യാവശ്യം നന്നായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ പച്ച നിറം ഒന്നും പോവാത്ത രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഒലത്തിയെടുത്താൽ മതി. കാരണം അപ്പോൾ അത് നന്നായിട്ട് വരും കേട്ടോ. അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പം പച്ചക്കറിക്കൊക്കെ അത്യാവശ്യം നല്ല വിലയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം പച്ചക്കറി മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ഏകദേശം ഓൾമോസ്റ്റ് പച്ചക്കറിയൊക്കെ തീർന്ന് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ എനിക്ക് വണ്ടി ഒന്ന് പഞ്ചറായി പോയായിരുന്നു. അപ്പോൾ വണ്ടി ഒന്ന് പഞ്ചറായി കഴിഞ്ഞുകൊണ്ട് ഇന്നലെ എങ്ങും പോകാൻ പറ്റിയില്ല. അപ്പം പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇനി മക്കൾ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാണ് കേട്ടോ. അപ്പോൾ ഈ തോട്ടിലേക്ക് ഇന്നിപ്പോൾ ഞങ്ങൾ എപ്പോഴും തോട്ടിലേക്ക് ഇന്ന് പോകാൻ പറ്റില്ല. കാരണം ഇന്നലെ നല്ല മഴയായിട്ട് 2 പട്ടികൾ എവിടെയോ അഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പാറത്തോട്ടിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ ഉടുപ്പും പിടിച്ച് നിൽപ്പായി കേട്ടോ. അപ്പം ഒന്ന് കുളിച്ചിട്ട് വരാം. അങ്ങനെ ഈ ചോറൊക്കെ ഉണ്ണാൻ പോവാണ്. ദേ വഴുതനങ്ങ മെഴുക്കത്തേക്ക് ഈ ഒരു പരുവായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമുക്ക് തൊട്ടുകൂട്ടാനായിട്ട് മുട്ടയും കൂടെ ഞാൻ പൊരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ കോഴിയുടെ മുട്ട തന്നെ കേട്ടോ. കണ്ടോ നല്ല മഞ്ഞ നിറമല്ലേ നോക്കിക്കേ. അപ്പോൾ നല്ല കുത്തിരി ചോറും പിന്നെ നമ്മുടെ മോര് കാച്ചിയതും വഴുതനങ്ങ മെഴുക്കുവരട്ടിയും നല്ല മാങ്ങച്ചാറുമാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണ് കേട്ടോ. കണ്ടോ മോര് കറി കണ്ടോ അത്യാവശ്യം തിക്കായിട്ട് തന്നെ. ഒരു 3-4 ഉണക്കമുളകാണ് കാന്താരിയാണ് കേട്ടോ ഞാൻ അരച്ചത്. അപ്പോൾ ചോറുണ്ണാൻ പോവാ കേട്ടോ. അപ്പോൾ ഉച്ചത്തെ ചോറുണ്ണാണ്. അപ്പോൾ ഓക്കെ.